പ്രിയമുള്ള സുഹൃത്തുക്കളെ, 2005 ബഹുമാനപ്പെട്ട EMS സാഹിബിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പാവണ്ണയിൽ നിർമ്മിച്ച തൂക്കുപാലം ഇന്ന് വളരെ അപകടാവസ്ഥയിൽ അത് നിലനിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ MLA ഇന്ന് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ ബഹുമാനപ്പെട്ട PK ബഷീർ സാഹിബുമായി പാവണ്ണയിലെ നമ്മളെപ്പോലത്തെ ആളുകൾ നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാവണ്ണയിലുള്ള തൂക്കുപാലം പൊളിച്ചു മാറ്റി പുതിയൊരു പാലം നിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ മുന്നിട്ട് വന്നൊരു സാഹചര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തിൽ നിന്നും അദ്ദേഹം പറഞ്ഞയച്ച എഞ്ചിനീയർമാർ പാവണ്ണ തൂക്കുപാലത്തിൻ്റെ അടിയിൽ പുഴയുടെ ആഴവും വെള്ളത്തിൻ്റെ അളവുമെല്ലാം പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ പാവണ്ണയിൽ നിന്ന് വിസിറ്റ് ചെയ്ത് അതിൻ്റെ പര്യടനം പൂർത്തിയാകുന്ന സന്ദർഭമാണ്. ഇനിയുള്ള ഒരുപാട് പ്രവർത്തനവുമായി നമുക്കിതുമായിട്ട് മുന്നോട്ട് പോകാനുണ്ട്. ഇതിന് നമ്മുടെ എല്ലാവരുടെയും സഹായം ആവശ്യം വരും. എല്ലാവരും ഇതുമായി കൊണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മന്ത്രി നമ്മളോട് ചെറിയൊരു പാലമാണ് പറഞ്ഞതെങ്കിലും ഒരു ചെറിയൊരു വണ്ടി പോകുന്ന ഓട്ടോറിക്ഷ പോകുന്ന സംവിധാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ നിരന്തരം മന്ത്രിയായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, മന്ത്രി ഒരു ഏറനാടിൻ്റെ മന്ത്രിയല്ല, ഒരു കേരളത്തിൻ്റെ മന്ത്രിയാണ്. അപ്പോൾ പാവണ്ണ മാത്രം അതല്ലെങ്കിൽ ഏറനാട് മാത്രം മണ്ഡലം മാത്രം മൂപ്പർക്ക് ശ്രദ്ധിച്ചാൽ പോരാ എന്നുള്ളൊരു വസ്തുത ഇതിൽ എല്ലാവരും മനസ്സിലാക്കണം. ഏതായാലും കഴിവിൻ്റെ പരമാവധി നമ്മൾ എങ്ങനെയാണോ ഇത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുക അതിന് വേണ്ട പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തിൽ നിന്നും വാർഡ് മെമ്പർ കുഞ്ഞാണിയൊക്കെ അതിനു വേണ്ടി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ്. ബഷീർ സാഹിബ് നമ്മളോട് 8 മാസം കൊണ്ട് ഇത് പണി തുടങ്ങാൻ കഴിയുമെന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം നമ്മളോട് വാക്ക് തന്നിരുന്നു. അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ നിന്നും നമ്മളായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട് എന്നുള്ള വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെമ്പറും നാട്ടുകാരായ നമ്മളെല്ലാവരും ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടി ഇവരോടൊപ്പം ഇതിൽ പങ്കുചേരാനുണ്ടായ കാരണം. ഞങ്ങളിവിടെ തൂക്കുപാലത്തിൻ്റെ സർവേക്ക് വേണ്ടി വന്നതാണ്. ഇതിൻ്റെ അലൈൻമെൻറ്റും ലെവൽസും പുഴയുടെ ആഴത്തിനും അളവെടുക്കാനായിട്ടാണ് വന്നത്. സേഫ് സ്ട്രക്ചറൽ കമ്പനിയാണ് ഇതിൻ്റെ ഒരു ടെൻഡർ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സർവേക്ക് വേണ്ടിയാണ് ഇന്ന് ഇവിടെ വന്നത്. ലെവൽസ് എടുക്കാൻ വേണ്ടി അതിൻ്റെ നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാർ വന്ന് അതിൻ്റെ ലെവൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പാലം എത്ര വെള്ളത്തിൽ നിന്ന് അകലുണ്ട്, അതിൻ്റെ ആഴം, അതുപോലെ റോഡിൻ്റെ വീതി, അപ്രോച്ച് റോഡിൻ്റെ വീതി, പാലത്തിൻ്റെ ഹൈറ്റ് എന്നിവയൊക്കെ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അളന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.